Yes. Have you completed? ശരി കേട്ടോ. Have you completed? Okay, then please hand over the book to your mother and let her check it. Engineer പറഞ്ഞില്ല. Four words enough. 4 words are enough. ഐഫോന എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതല്ല ഇത്. ലേറ്റ് ആയിട്ട് കയറിയവര് tell your mother to conduct your exam. Please. Okay? എല്ലാ ക്ലാസ്സിലും മിസ് പറയുന്നല്ലേ? ലേറ്റ് ആയിട്ട് കയറിയ മക്കളെ പേരൻസിനോട് പറയുക എക്സാം കണ്ടക്ട് ചെയ്യാം. ബോർഡ്സ് നേരത്തെ തന്നിട്ടുള്ളല്ലേ? Okay, please hand over the book to your mummy. Let them check it. Okay, dear. In the previous class, did everybody draw that? Did everybody draw that? Last വരയ്ക്കാൻ പറഞ്ഞിട്ടല്ല കുറച്ച് പേര് ഇനി അയച്ചു തരാനുണ്ടല്ലോ ക്യാറ്റിന്. എന്തേ ക്യാറ്റിന് ഇനിയും വരയ്ക്കാത്തവര് അടുത്ത ദിവസം ഇന്ന് തന്നെ വരയ്ക്കണം കേട്ടോ. നല്ല നല്ല ക്യാറ്റ് കേട്ടോ. ഞാൻ പറയുന്ന മക്കൾക്ക് കേൾക്കുന്നുണ്ടോ? ക്യാറ്റിനെ വരച്ചിട്ട് അയക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നീ ഉണ്ടായിട്ടില്ലേ? ഞാൻ പറയുന്ന മക്കൾ കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ്. See, those who didn't draw the cat, please have to draw. ക്യാറ്റിന് ഇനിയും വരയ്ക്കാനുള്ളവർ വേഗം വരച്ചിട്ട് അയക്കണം കേട്ടോ. ഓക്കെ. സോ നൈസ് ക്യാറ്റ്സ് were there. എത്ര നല്ല ജീവനുള്ള ബുക്കന്ന് ചാടി പോകുന്നു മിസ് വിചാരിച്ചു. അതുപോലെയുള്ള ക്യാറ്റുകളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. സോ ഗുഡ് ചിൽഡ്രൻ യു ആർ. Okay, dears. First, when we gave for recording and when you marked your attendance, something went wrong. So, please mark your attendance once again. നിങ്ങളുടെ attendance ഒന്ന് മാർക്ക് ചെയ്യണേ മക്കളെ. attendance മാർക്ക് ചെയ്യണേ പ്ലീസ്. കാരണം അത് പോയി അതുകൊണ്ട് കേട്ടോ. ബിയോണ, മൃദ, ആദിതനൂപ്, നിയ, ആയുഷ്, വിവി, നെയ്ല, ദേവാങ്, ഇഷികാരാജ്, ദേവർഷ, ഹാദിയ, സൽമാൻ നാസർ, ഷഹബറ, അലൻ ജോസഫ്, അശ്വിനി, ജിയ റോസ്, നിവേദ്യ, ജോവിൻ, റിച്ചാർഡ് സിജോ, റയാൻ പി പി, അദീന, മസാമറിയം, ഫാത്തിമത്ത് ജുമാന, ഐഫൂന, അഫ്രാസ്, മുഹമ്മദ് മുക്താസിം, സാവിയോ, അനാമിക പീരാജ്, അനുഗ്രഹ പ്രജിത്ത്, അയാൻ വിഘ്നേഷ് ഉണ്ട്. സൽമാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നോണ്ട് ആളുടെ സൽമാൻ നാസർ. ഓക്കെ പ്ലീസ്. ആദ്യം മാർക്ക് ചെയ്തവരോ ഗുഡ് ചിൽഡ്രൻ. ടുഡേ യു ഗോട്ട് എ വെരി ഗുഡ്. ഇതെന്തോ മാജിക്. Don't unmute in between and Naza, please mute yourself. Then who else? ഇനി ആരെ മ്യൂട്ട് ചെയ്യാനുള്ള ആള് പ്ലീസ് മ്യൂട്ട് ആൻഡ് കീപ്പ്. ഓക്കെ ഡിയേഴ്സ്. ഡോക്ടർ ശരിയാ. ഉമ്മ എഴുതിട്ട് പോയത്. ഉമ്മക്കല്ലല്ലോ ക്ലാസ്, എനിക്കല്ലേ. ഡാനിയൽ ജോർജ്.
ഒറ്റക്ക് പെണ്ണുണ്ടായാൽ ഒന്ന് ക്ലാസ് വരെ ശ്രദ്ധിക്കണം. എങ്ങനെ ഉണ്ടാവും എഴുതിയാലും? ഓക്കെ, ഇന്ന് എല്ലാരും നേരത്തെ എണീറ്റു അല്ലേ മക്കളൊക്കെ? Did you have your tea? Did you have your tea? No? Why? ചായ കുടിച്ചോ നിൽക്കുന്ന See, ചായ കുടിച്ചില്ല ഇതുവരെ? മിസ് പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ മക്കള് ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വേണം ക്ലാസ്സിൽ കയറാൻ. ഇപ്പൊ തന്നെ ഫോട്ടോയിടാൻ തുടങ്ങി അല്ലേ? അതാ ദാനിയൽ കൂട്ടനൊക്കെ ഇപ്പൊ എണീറ്റതേ ഉള്ളൂ തോന്നുന്നല്ലേ മുത്തേ? Yes, we will study the next lesson. Please don't talk. Please mute and keep yourself. Who is that? Who is that? Please mute. Anybody? Someone else is there. Who is that? Any ara unmute ചെയ്തു വെച്ചിരിക്കുന്ന ആള്? Okay, today Anugrah Bridget also early got up. Hadia Rashid also got up. Good children. Oh, ഇന്ന് എല്ലാ മക്കളും നല്ല മക്കളായിട്ട് നേരത്തെ എഴുതിയിട്ടുണ്ട്. മിസ്സിന് ഒത്തിരി ഹാപ്പി ആയി കേട്ടോ. Are you not happy? Yes. Good children. See, take the next lesson. We started the lesson, isn't it? One minute. Okay. Anamika P. Rajandal, did you mark your attendance? Attendance mark ചെയ്തില്ല എല്ലാവരും? നൈല കുട്ടി, നൈല ഷക്കീർ, did you mark your attendance, Naila? Okay, dears. Here in the next lesson, we shall study about some school children and what they are doing in the school. See? ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളിലെ കുറച്ച് കുട്ടികളും അവരുടെ സ്കൂളിൽ അവർ എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്. They have some day to celebrate. അശ്വിനി കുട്ടി മുത്ത് എണീറ്റതേ ഉള്ളോടാ ചക്കരെ? ചായ ഒന്നും കുടിച്ചില്ലേ? പാവം. ഓക്കെ, see here. സൗണ്ട് കുറവാണോ? ഇത്രേ സൗണ്ടേ ഉള്ളു മുത്തേ. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ സൗണ്ട് കൂട്ടാൻ എല്ലാ സംവിധാനം ഉണ്ടോന്ന്. Can you hear now clearly? ഇപ്പൊ കേൾക്കാവോ? കേൾക്കാവോ? ഓക്കെ. ഓക്കെ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കല്ലേ, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. Okay, dears. See here, school children have gathered in the school and they are planning to do something. എന്തൊക്കെയോ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. When you see the picture, do you get any idea? ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ഈ മക്കൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? Did anybody get any idea? ഷഹബറ, did you get any idea? എന്തെങ്കിലും കിട്ടിയ? കൈയൊക്കെ പൊക്കുന്നുണ്ടല്ലോ. ദേവർഷയ്ക്ക് എന്തോ ഐഡിയ കിട്ടിയിട്ടുണ്ടോ? What is that, ദേവർഷ? എന്താ ഐഡിയ കിട്ടിയേ? ഇവരെന്തൊക്കെയോ ഡ്രസ്സിങ് ചെയ്തിരിക്കുകയാണ് അല്ലേ? They have dressed something and all. And see, what all things are they doing? First one girl is sitting on the chair and tying their shoelace. What will be she? ആ കുട്ടി എന്തായിരിക്കും? ഫസ്റ്റ് വൺ What is chef? Chef എന്ന് പറഞ്ഞാൽ കുക്ക്, ഫുഡ് കുക്ക് ചെയ്യുന്നയാള്. Do you have chef at home? നിങ്ങളുടെ വീട്ടിൽ ഷെഫ് ഉണ്ടോ? Yes. No. Then who is cooking food for you? Who is cooking food for you? Your mother is cooking food for you, isn't it? So here we can call your mother as chef. നിങ്ങളുടെ വീട്ടിലെ ഷെഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ മമ്മിമാരാണ് അല്ലേ? Because they are cooking food for you. So here first one is chef and second one, what is that? Second one,
എല്ലാമേം ചെയ്യും. രണ്ടാമത്തെ ആളാരാണ്? ഒരു പേപ്പർ ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, തല കെട്ടിയിട്ടുണ്ടോ? ഹൂ ഇസ് ദാറ്റ് വൺ? ഡു യു നോ? ഹി ഈസ് എ പോർട്ടർ. പോർട്ടർ മീൻസ് മേക്സ് എ പോട്ട്. പോട്ട് ഉണ്ടാക്കുന്ന ആളാണ്. ഏബലൂട്ട, ഏബൽ, ഡു യു വാണ്ട് സേ എനിത്തിങ്? No? Then please mute and keep yourself. Why did you unmute? എന്തായാലും പറയാനുണ്ടെങ്കിൽ മാത്രമേ അൺമ്യൂട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കണേ. ആൻഡ് തേർഡ് വൺ ഈസ് യെല്ലോ ഡ്രസ് വേണ്ട. ഗാർഡനർ. വാട്ട് ഈസ് ഗാർഡനർ? ഗാർഡനർ മീൻസ് വൺ ഹൂ ലുക്സ് ദ ഗാർഡൻ. ഗാർഡൻ നന്നായി നോക്കി നടത്തുന്ന ഗാർഡനർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് a person has worn white color dress. Who is Doctor. he said she is a doctor. Okay, then at back side someone else is there. Onnu teacher aanu. Vera rendu perude back il undu oru green color um pinne oru hat okke vechittu oraalu. So what will be the green color one? He is an engineer. Who is engineer? Engineer aarana? Engineer aarana? എഞ്ചിനീയർ ആരാണ് മക്കളെ? ഒക്കെ ഉണ്ടാക്കുന്നയാളല്ലേ? അതിന്റെ കണക്ക് കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളും ചെയ്യുന്നയാള്. ഒരു പോലീസുകാരനല്ലേ? ഇത് തൊപ്പി കണ്ടിട്ട് പോലീസുകാരൻ്റെ ഇതുണ്ട്. ഓക്കെ, നൗ സീ we shall start the lesson for now. Neha, are you ready? Rahul, has anybody seen my shoes? ഇവിടെ കുട്ടികളുടെ പേരാണ്. ഫസ്റ്റ് വൺ ഈസ് സ്നേഹ, സെക്കൻഡ് വൺ ഈസ് രാഹുൽ, നെക്സ്റ്റ് വൺ ഈസ് സൂസൻ, നെക്സ്റ്റ് വൺ ഈസ് ജാസ്ബീർ. 4 പേരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. വി ഷാൽ സീ. ഫസ്റ്റ് വൺ നേഹ ഈസ് ആസ്കിങ്, ആർ യു റെഡി? എല്ലാവരും റെഡി ആണോ എന്ന് ചോദിക്കാണ്. ആൻഡ് നെക്സ്റ്റ് രാഹുൽ ഈസ് ആസ്കിങ്, ഹാസ് എനിബഡി സീൻ മൈ ഷൂസ്? ഹാസ് എനിബഡി സീൻ മൈ ഷൂസ്? എന്റെ ഷൂസ് ആരെങ്കിലും കണ്ടോ? സൂസൻ, ഹറി അപ്പ് പ്ലീസ്, I need to change. So Susan is telling hurry up. What is the meaning of hurry up? Hurry up means fastly. വേഗം, ഒന്ന് വേഗം നോക്കിക്കേ. പ്ലീസ്. എപ്പോഴാണ് നമ്മൾ പ്ലീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? When we want any help from others, means for a request. എന്തെങ്കിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലീസ് എന്ന് പറയുന്നത്. I need to change. എനിക്ക് ചേഞ്ച് ചെയ്യണം, അതുകൊണ്ട് പ്ലീസ് ഒന്ന് വേഗം നിങ്ങൾ റെഡി ആകുന്നു, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത്. വി നോ ദാറ്റ് നമ്മൾ ആക്ച്വലി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ കയറി വരുന്നോടത്ത് നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പൊ സപ്പോസ് if your mother is there, you will change the dress in front of them, no problem, because she is your mother or father or brother or sister. Okay, it's okay. But if your teacher comes to your house, will you change the dress in front of your teacher? Will you change the dress in front of your teacher? No, because you are ashamed. അല്ലേ? നിങ്ങളുടെ പപ്പയോ മമ്മിയോ ചേട്ടനോ ചേച്ചിയോ അനിയനോ ഒക്കെ ആണെന്ന് അറിയും, നിങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്യും, കുഴപ്പമില്ല. അവരുടെ ഫ്രണ്ടിൽ ഓ ഇതെന്നും ഉള്ളതല്ലേ, എന്റെ പപ്പ, എന്റെ മമ്മി, എന്റെ ബ്രദർ, എന്റെ സിസ്റ്റർ, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇഫ് യുവർ ടീച്ചർ കംസ് ടു യുവർ ഹൗസ് ആൻഡ് വിൽ യു ചേഞ്ച് യുവർ ഡ്രസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ? നോ. ടീച്ചറിന്റെ മുന്നിൽ നിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യോ? ഇല്ല, ഓടി ഒളിക്കൂ അല്ലേ? അപ്പുറത്തെ റൂമിൽ കയറി കഥയൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യുള്ളൂ. സോ ഹിയർ സ്റ്റുഡൻസ് ആർ ടെല്ലിങ്, പ്ലീസ് ഹറി അപ്പ്, ഐ നീഡ് ടു ചേഞ്ച്. ഓക്കെ, ദെൻ ജാസ്പർ ഈസ് ടെല്ലിങ്, don't eat now, you will mess up your dress. These children somebody is eating now. ആരോ എന്തോ തിന്നുന്നുണ്ട്. അപ്പൊ പറയണേ, don't eat up now, you will mess up your dress. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മെസ്സപ്പ് ആകും എന്ന് വെച്ചാൽ ഡ്രസ്സിലെല്ലാം ആകും. അപ്പൊ ഇവരെന്തോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ പറയണേ, ഇപ്പം ഒന്നും കഴിക്കല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിലെല്ലാം പിന്നെ വൃത്തികേടാകുമെന്ന്. സംടൈംസ് അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡി ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടിപൊളി ടിപ്പ് ടോപ്പിൽ നിൽക്കുമ്പം പപ്പ ഹാസ് ബ്രോട്ട് ആൻ ഐസ്ക്രീം. വാട്ട് യു വിൽ ഡു? ഓ, പപ്പ ഹാസ് ബ്രോട്ട് ഐസ്ക്രീം. സോ വാട്ട് യു വിൽ ഡു? അതാ നിയാദാസ് ഒക്കെ ചിരിക്കുന്നൊക്കെ ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും റിച്ചാർഡ്?
നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് അല്ലെ അടിപൊളി കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ്, ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അപ്പോഴാണ് പപ്പ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നത്. എന്ത് ചെയ്യും? വേഗം അതെടുത്ത് തിന്നും. അപ്പൊ എന്ത് സംഭവിക്കും? It may fall on your dress, isn't it? It may fall on your dress. So when you before you start to eat, what your mummy will tell? Hey, don't eat, don't eat. What will happen if you eat? It may fall on your dress and it will become dirty. So here also the husband is telling, don't eat now. You will mess up your dress. നിങ്ങളുടെ ഡ്രസ്സിലെല്ലാം അഴുക്കാകും, അതുകൊണ്ട് ഇപ്പൊ തിന്നരുതെന്ന് പറയണം. It is a busy day for the students of class 2. Here see, students of class 2 are getting ready for something. So it's telling that it is busy day for students of class 2. Everyone is talking. All the students are talking. They are very happy. They're going to do something. The school hall has full of noise and laughter. What is the meaning of noise? Noise means